ഹലോ ഗൈസ്, വെൽക്കം ടു ഐഷാസ് ഹെയർ വ്ളോഗ്. അങ്ങനെ രാത്രി ഫുഡ് കഴിച്ച് കാക്കനെ വീഡിയോ കോൾ ചെയ്തേക്കൊണ്ട് പ്രതീക്ഷിക്കാത്ത ഒരു വിരുന്നാരായിരുന്നു. വേറെ ആരുമല്ല, താത്തയാളിയനും മക്കളും. ഓള് നാളെ ഓഫ് എടുത്തു, അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോന്നു. ഓള് സ്കൂളിൽ നിന്ന് ഓടിക്കളിച്ച് പറ്റിയ മുറി വല്യാപ്പക്ക് കാണിച്ചു കൊടുക്കുന്ന കാണുന്നത്. പിന്നെ വല്യാപ്പനെ വല്യമ്മനെ കാണുമ്പോൾ കുറച്ച് കൊഞ്ചൽ കൂടുതലാണല്ലോ, ആ നടത്താണ് നിങ്ങളിപ്പം കാണുന്നത്. ആ വീഡിയോ ഒക്കെ ശരി എന്താ വാവ്, ഇനി സ്വന്തം പഠിച്ചതാ ഫോൺ ഇതാക്കാൻ. ലോക്ക് തുറക്കാൻ സ്വന്തമായിട്ട് പഠിച്ചോണ്ട് ഇനി ആ ഫോണുള്ള കൈമ നിലത്ത് വെക്കണ്ടാവൂല. എന്നാ മാമൻ എന്നാ ഇനി വരുമ്പോ ഒക്കെ മുട്ടായി കൊണ്ടുപോരണ്ട കേട്ടോ. ഞങ്ങളെ പിന്നെ ഉറക്കത്തുനിന്ന് എടുത്തോണ്ടെന്നായോണ്ട് മൂഡ് ശരിയില്ല. അറിയല്ലേ കാരണം മേമി യൂട്യൂബിലിട്ടേ. രാവിലെ ഉറങ്ങി നീച്ചപ്പോഴേക്കൊക്കെ ഞങ്ങളെ പ്രശ്നമാണ്. മക്കൾ വന്ന സന്തോഷത്തെയും വല്യാപ്പ രാവിലെ തന്നെ കടയിൽ പോയിട്ട് കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു. അതിനൂനാ എല്ലാവർക്കും ഓരോരോ പേട കൊടുത്ത് ഞാൻ മാത്രം രണ്ടെണ്ണം എടുത്ത് മെല്ലെ ഒളിപ്പിച്ച് വെച്ചു. വേദന ഉണ്ടോ മുറി? ഓ ഞാൻ ഓടി കളിക്കോ? പിന്നെ നമ്മൾ മെല്ലെ അടുക്കളയിൽ കയറി ഇമ്മനൊന്ന് സഹായിച്ചു കൊടുത്തു. രാവിലെ 10 രൂപയല്ല ചാറ് വാങ്ങി, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോളിങ് കുറവായിരുന്നു. ഡേ ഒന്ന് വേഗം വാടേ, വിശന്നിട്ട് വയറ് കത്തി. ഏതെന്താ സാധനം ചിക്കനും മീനൊന്നും ഇല്ലേ? പിള്ളേര് പൊട്ടിക്കണ്ട, ഇത് തൂക്കു നിറച്ചുകൊണ്ട് ഞാൻ പൊട്ടിക്കാം. ഐസ്ക്രീം വീഡിയോ അടിക്കാനോ പോകുന്നു. അടിപൊളിയല്ലേ? ഒരാള് ഇവിടെ റീലെടുക്കാണ്ടിട്ട് മാറ്റി സുന്ദരിയാവും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങേക്ക് പോയി വല്യമ്മനെ കാണാൻ. അതല്ല എന്നോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങെത്തി അമ്മച്ചിനെയും അമ്മായിയും അവിടെ ഉണ്ടായി. അവരോടൊക്കെ കുറച്ച് സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി വിളിക്കുന്ന ഉമ്മ ഉച്ചയ്ക്ക് നല്ല റേഷനറി കപ്സയൊക്കെ ഉണ്ടാക്കി. തൈരും ഉണ്ട്. അല്ല നിറച്ചി എന്താ തുപ്പിക്കാനേ? കപ്സ് ഇഷ്ടല്ല അതിനു? അയിനു ഇത് താത്താത്തന്റെ ഡ്രസ്സല്ലേ അതിനിട്ടത്? പെണ്ണുങ്ങളുടെ ഡ്രസ്സല്ലേടോ? അല്ല എന്നിട്ട് ഈ എന്തിനട്ടെ? ഇനി എന്തിനട്ടെ? ഒരാള് കുളിച്ച് അതിന് ഒറ്റയ്ക്ക് ഹെയർ ഹീറ്ററൊക്കെ എടുത്ത് ഇവിടെ മുടിയൊക്കെ ഉണക്കുന്നുണ്ട്. ഉച്ചയായോണ്ട് കുറച്ച് ഉറങ്ങാന്ന് വിചാരിച്ച് ജനലൊക്കെ ഒന്ന് താത്തി. അതിനോ ഞങ്ങൾക്ക് ഉറങ്ങാൻ പാട്ട് പാടിത്തരുമോ? പാട്. മൗലൂദാ? പാടിക്കൊണ്ട. എന്നിട്ട് അമ്മച്ചി ഇവിടെ മൗലൂദ് കഴിക്കാൻ വേറെ സ്ഥാനം വിളിക്കണം പറഞ്ഞു. അത് മൗലൂദാ? അങ്ങനെ ഇവിടുത്തെ
പാട്ട് റിയാലിറ്റി ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മൾക്ക് ഉറങ്ങാനുള്ള സമയം അങ്ങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ നടക്കാൻ വേണ്ടി ഇറങ്ങി. വീട് വരുന്നത് മെയിൻ റോഡ് സൈഡില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഓൾക്ക് പുറത്തുകൂടി ഓടി കളിക്കാൻ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ചോര എന്താക്കിയ നമുക്ക് എങ്ങനെയുണ്ട്? ഇങ്ങനെ ചെയ്താ പിന്നെ നമുക്ക് രാത്രി ഉമ്മൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ ചെറിയ പരിപാടി ഉണ്ടായി. ആട്ടെ കൊണ്ടുപോകാണ്ട് സാധനം വാങ്ങാൻ കയറിയപ്പോൾ ഞങ്ങൾ രണ്ടാളെയും കണ്ണ് ഇമ്മൽക്ക് രണ്ടുമൽക്ക്. പിന്നെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ വയറ് നിറച്ച് പോയതല്ലോ വിചാരിച്ച് തൽക്കാലം 5 ഉറുപ്പിൻ്റെ സിപ്പുമ്മൽ അങ്ങ് ഒതുക്കി. ഞാൻ അവിടെ എത്തി ഒരു ഗ്ലാസ് പായസം കുടിച്ചു. പിന്നെ അവിടെ ചെറിയൊരു ബേബി ഉണ്ടായി, അപ്പം അതിനെയും കളിപ്പിച്ച് പിന്നെ ഫുഡും കഴിച്ച് നമ്മളെല്ലാവരും തിരിച്ചു പോകുന്നു. സമയം കുറേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉറക്കപ്പില്ല. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യണേ.